നമസ്കാരം, സുമൻ സാറാണ്. മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവിൽ ഒരു ക്വസ്റ്റൻ ആണ് എടുത്തേക്കുന്നത്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് നിങ്ങൾ പഠിച്ചോണം. കാരണം ഇങ്ങനത്തെ ക്വസ്റ്റൻസുകൾ ഇത് നോക്കിക്കേ, sin x = 2t/1 + t² ആൻഡ് tan y = 2t/1 - t². ഇതിനുള്ളിലെ രണ്ട് ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ആണ് ഇത് രണ്ട്, 2t/1 + t² ആൻഡ് 2t/1 - t². നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ sin x = 2t/1 + t² ആണ്. അവിടുന്ന് x-നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ sin inverse 2t/1 + t² എന്ന് എഴുതാം. അതുപോലെ രണ്ടാമത്തെ കേസിലെ tan y ആണ് അവിടെ തന്നെ എഴുതുന്നത് അല്ലെ. tan y = 2t/1 - t². അവിടുന്ന് y = എന്ന് എഴുതുമ്പോൾ tan inverse 2t/1 - t². ഇതാണ് ഇപ്പൊ നോക്കിക്കേ, ഇത് ഇപ്പൊ ചിലർക്ക് കണ്ട് മനസ്സിലായി കാണും അല്ലെ. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ ആണെന്ന്. ഇവിടുത്തെ നമ്മുടെ ടിക്ക് നമ്മൾ tan θ എന്ന് കൊടുത്താൽ എന്താ നമുക്ക് കിട്ടും നോക്കിക്കേ, 2 tan θ/1 + tan² θ. ഇവിടെ കൊടുക്കുമ്പോൾ 2 tan θ/1 - tan² θ. ഇപ്പൊ നിങ്ങൾക്ക് കേട്ട് കാണും, ഇത് sin 2θ ടേം ആണ്, ഇത് tan 2θ ടേം ആണ് കേട്ടോ. അതാണ് ഇതിന്റെ ഞാൻ പറഞ്ഞത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണെന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്താ കിട്ടും നോക്കിക്കേ, that is sin inverse 2 tan θ/1 + tan² θ. that is sin inverse ആരായിട്ട് മാറുമെന്ന് ഞാൻ പറഞ്ഞു, sin 2θ. രണ്ടുകൂടെ പോയി 2θ, 2 into θക്ക് ആരെ കൊടുക്കാൻ മോനെ, tan inverse t. ഓക്കെ, ഇവിടെ t = tan θ, അവിടുന്ന് θ = tan inverse t എന്ന് കിട്ടും. ഓക്കെ, രണ്ടാമത്തെ കേസിൽ എന്താ മോനെ കിട്ടുന്നത്, അവിടെ നമുക്ക് y = tan inverse 2t/1 - t². അവിടുന്ന് that is tan inverse 2 into tan θ/1 - tan² θ. that is equal to tan inverse tan 2θ ആയിട്ട് മാറും. രണ്ടോടെ പോയിക്കൊണ്ട് 2θ, 2 into tan inverse t. രണ്ടു ഒരേ ആളല്ലേ മേലെ കിട്ടിയത്. therefore നമുക്ക് ഇവിടുന്ന് dx/dt ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്, 2 tan inverse ഡെറിവേറ്റീവ് 2 into 1/1 + x². ഓക്കെ, അതുകൊണ്ട് ഇവിടുന്ന് നമ്മുടെ dy/dt ചെയ്യുമ്പോൾ നമ്മുടെ y = 2 tan inverse t. അവിടുന്ന് dy/dt ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്താ കിട്ടുന്നത്, 2 into 1/1 + t². രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ, 1 + t². ഓക്കെ, tan inverse t ആണ് കേട്ടോ. പിന്നെ രണ്ടും ഒന്ന് തന്നെയല്ലേ, dy/dt 2 into 1/1 + t², dx/dt 2 into 1/1 + t². therefore dy/dx എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യേണ്ടത്, dy/dx എന്ന് പറഞ്ഞാൽ dy/dt യെ dx/dt കൊണ്ട് എന്ത് ചെയ്യണം മോനെ, ഡിവൈഡ് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇതേ ഡിവൈഡഡ് ബൈ ഇത് രണ്ടും എന്താ മോനെ, സെയിം അല്ലയോ. ആൻസർ അപ്പൊ എത്ര ആയിട്ട് കിട്ടും, 1 ആയിട്ട് കിട്ടും. ഓക്കെ, നമ്മുടെ ഓപ്ഷൻ ആരാണ്, 1. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ക്വസ്റ്റൻസുകൾ, ഇങ്ങനത്തെ പല രീതിക്കുള്ള ക്വസ്റ്റൻ ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ എക്സ്പ്രഷൻസുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കേട്ടോ. ഇതെപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വരുന്ന രീതിക്കുള്ള ഒരു എക്സ്പ്രഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം. നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നല്ല രീതിയിൽ കൂടെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ എന്നുള്ള ക്ലാസ്, ഷോർട്ട് ട്രിക്സുകൾ ഒത്തിരി ഉപയോഗിച്ചുള്ള മെറ്റീരിയൽ എല്ലാം കിട്ടും. ജോയിൻ ചെയ്യാൻ താഴെ നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഗുഡ് ബൈ.